രാഷ്ട്രീയ പാർട്ടികളുടെ അധീനതയിലുള്ള സഹകരണ ബാങ്കുകൾ നിരവധിയാണ് കേരളത്തിൽ. തങ്ങളുടെ അധീനതയിലുള്ള ബാങ്കുകളായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പുകളും ഈ സഹകരണ ബാങ്കുകളെ കേന്ദ്രീകരിച്ച് അതത് പാർട്ടികൾ നടത്താറുണ്ട്. അതിൽ പുറത്തു വന്നിട്ടുള്ള കേസുകളിൽ ഏറ്റവും കൂടുതലുള്ളത് ഇടതുപക്ഷ നേതാക്കന്മാരുടെ സഹയാത്രികരുമായി ബന്ധപ്പെട്ടിട്ടുള്ള തട്ടിപ്പുകളാണ്. കരുവണ്ണൂർ ബാങ്ക് തട്ടിപ്പ് അടക്കം അതിന് ഉദാഹരണങ്ങളുമാണ്. കോൺഗ്രസിൻ്റെ സഹകരണ ബാങ്കുകളിലും ഇത്തരത്തിൽ പല തട്ടിപ്പുകളും നടന്നതായുള്ള വാർത്തകളും വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ KPCC അംഗവും DCC വൈസ് പ്രസിഡന്റും കണ്ണൂർ DCC വൈസ് പ്രസിഡന്റുമായ മുഹമ്മദ് ബ്ലാത്തൂരിനെതിരെ ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുകയാണ്. തട്ടിപ്പ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ളതല്ല, ഓൺലൈൻ തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് പരാതി. എന്നാൽ DCC വൈസ് പ്രസിഡന്റിൻ്റെ മകനാണ് ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പിന് നേതൃത്വം നൽകിയിരിക്കുന്നതെന്നും അദ്ദേഹത്തിന് ഒത്താശ ചൊന്ന് ഒപ്പം നിൽക്കുകയായിരുന്നു DCC വൈസ് പ്രസിഡന്റ് എന്നുമാണ് പുറത്തു വരുന്ന വാർത്ത. കോൺഗ്രസിനുള്ളിലെ സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒപ്പം ലീഗ് നേതാക്കന്മാരുടെയും സഹപ്രവർത്തകരുടെയും അക്കൗണ്ടുകൾ വഴിയാണ് മുഹമ്മദ് ബ്ലാത്തൂരും മകനും ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സഹപ്രവർത്തകരും നേതാക്കന്മാരും രാഹുൽ ഗാന്ധിക്കും KPCCയുടെ അധ്യക്ഷനായ K സുധാകരനും പരാതി നൽകിയെങ്കിലും സമവായ ചർച്ചകളോ മറ്റ് നടപടികളോ പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നൊരു പ്രതിഷേധവും പാർട്ടിക്കുള്ളിൽ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്ക് നീങ്ങാമെന്ന് സഹപ്രവർത്തകരും നേതാക്കന്മാരും തീരുമാനിച്ചത്. എന്തായാലും മുഹമ്മദ് ബ്ലാത്തൂറിനും മകൻ മുർഷാബിനും എതിരായി ശക്തമായ രീതിയിലുള്ള പരാതികൾ പോലീസ് മേധാവികൾക്ക് നൽകിയിട്ടുണ്ട് പാർട്ടി പ്രവർത്തകർ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചതിക്കപ്പെട്ട ഒരു വ്യക്തിയും മുഹമ്മദ് ബ്ലാത്തൂറും തമ്മിലുള്ള ഒരു ഫോൺ സംഭാഷണം കേൾക്കാം. പിന്നെ ആകെ 5 പേരുടെ അക്കൗണ്ടിലെ പൈസ വന്നത് 20-22 മറ്റേ ഇർഫാന്റെ അക്കൗണ്ട്, പിന്നെ അംജദ് എന്ന് പറയുന്ന പയ്യന്റെ അക്കൗണ്ടിൽ ഒരു 10, പിന്നെ കാസർഗോഡ് ഒരു പയ്യന്റെ 10, പിന്നെ ഇരിക്കൂറുള്ള ഒരു മർഷവിന്റെ ഫ്രണ്ട് ഒരു പയ്യന്റെ അക്കൗണ്ടിൽ 10. ഈ 5 ആളെ അക്കൗണ്ടിൽ 2 രൂപ പാനൂരുള്ള ഷാന്റെ അക്കൗണ്ടിലും 2 ലക്ഷം റുപ്യ. അങ്ങനെ 72 ലക്ഷം റുപ്യാണ് ആകെ വന്നത്. അതിൽ 20 വന്നത് ലിസാന്റെ കെയർ ഓഫിലും 52 ലക്ഷം രൂപയാണ് ഇവന്റെ കെയർ ഓഫിലും വന്നത്. ഓൺലൈൻ വഴിയുള്ള ഈ തട്ടിപ്പ് നടത്തുന്നത് DCC വൈസ് പ്രസിഡന്റായ മുഹമ്മദ് ബ്ലാത്തൂറിന്റെ മകനായ മുർഷാബാണ് തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. ഓൺലൈൻ ട്രേഡിംഗ് ഭദ്രമാണെന്ന് വിശ്വസിപ്പിച്ച് അത് വിജയകരമായ ലാഭം അതിലൂടെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ധരിപ്പിച്ച് കബളിപ്പിക്കുകയായിരുന്നു എന്നാണ് മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരും സഹപ്രവർത്തകരും പറയുന്നത്. അതിന് പൂർണ്ണമായ ഒത്താശയും സഹായവും DCC വൈസ് പ്രസിഡന്റും KPCC അംഗവുമായ മുഹമ്മദ് ബ്ലാത്തൂറിൻ്റെ പക്കൽ നിന്നുണ്ടായി എന്ന ആരോപണവും ഉയരുന്നുണ്ട്. ഇവിടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്നുള്ളതിനേക്കാൾ അപ്പുറം സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ച് അതിലൂടെ പണം കൈമാറ്റം ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സഹപ്രവർത്തകരെയും നേതാക്കന്മാരെയും ഇതിലൂടെ വൻ ലാഭം ഉണ്ടാക്കാമെന്നും തനിക്ക് ഇതിൽ നിന്ന് ലഭിച്ച ലാഭവിഹിതം പൂർണ്ണമായും തൻ്റെ അക്കൗണ്ടിലൂടെ നേടാൻ സാധിക്കില്ല, അതുകൊണ്ട് അവരവരുടെ അക്കൗണ്ട് ഡീറ്റെയിലുകൾ നൽകണമെന്ന് പറഞ്ഞ് മറ്റ് സഹപ്രവർത്തകരുടെ അക്കൗണ്ടിലൂടെ ആയിരുന്നു ഈ പണം കൈമാറ്റം ചെയ്തിരുന്നത്. അങ്ങനെ പോലീസ് ഈ വിഷയത്തെ തുടർന്ന് ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിവരുന്ന ഇടയിലാണ് ഇത്തരത്തിൽ പണം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും സഹപ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും അക്കൗണ്ടിലൂടെയാണ് പോയിരിക്കുന്നത് എന്ന വിവരം ലഭിക്കുന്നത്. വിഷയവുമായി ബന്ധപ്പെട്ട അക്കൗണ്ട് ഉടമസ്ഥരുമായി സംസാരിച്ചപ്പോഴാണ് ഇത് തങ്ങൾ നടത്തിയ സാമ്പത്തിക ക്രയവിക്രയമല്ല എന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത് DCC വൈസ് പ്രസിഡന്റും KPCCയുടെ അംഗവുമായ മുഹമ്മദ് ബ്ലാത്തൂറിൻ്റെ മകൻ മർഷബാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. സ്വമനസ്സാൽ അറിയാതെ കുറ്റക്കാരായി പോയവരിപ്പോൾ നിയമ നടപടികൾക്ക് ഒരുങ്ങുകയാണ്. പാർട്ടിയിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പരിഗണനയും ചതിക്കപ്പെട്ടവർക്ക് ലഭിച്ചില്ല എന്ന ആരോപണം ഉയരുന്നുണ്ട്. KPCC അധ്യക്ഷനോ രാഹുൽ ഗാന്ധിയോ തങ്ങൾ നൽകിയ പരാതിയിൽ കാര്യമായ രീതിയിൽ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പാർട്ടിയിൽ ഉന്നതനായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടുവാനും അന്വേഷണത്തെ വഴിതെറ്റിച്ചു വിടുവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വിഷയത്തിൽ നിയമ നടപടികളിലേക്ക് എത്തിയിരിക്കുന്നത്. സാമ്പത്തിക തട്ടിപ്പ് ഗുരുതരമായ ഒന്നു തന്നെയാണ്. 72 ലക്ഷം രൂപയാണ് സാധാരണക്കാരായ പ്രവർത്തകരിൽ നിന്ന് മുഹമ്മദ് ബ്ലാത്തൂരും മകൻ മർഷബും തട്ടിച്ചിരിക്കുന്നത്. കാര്യമായ അന്വേഷണം ഈ ഓൺലൈൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടന്നാൽ മാത്രമേ ഇതിൻ്റെ വ്യാപ്തി മനസ്സിലാക്കുവാൻ സാധിക്കൂ. രാഷ്ട്രീയത്തിൽ പ്രമുഖനായ ഒരു നേതാവുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പായതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പിൻബലത്തിൻ്റെ പുറത്ത് കേസിനെ ദിശ തെറ്റിച്ചു വിടുവാനുള്ള സാധ്യതകൾ മുൻകൂട്ടി കാണുന്നുണ്ട് പോലീസ്. അതുകൊണ്ട് തന്നെ വേറിട്ട രീതിയിലുള്ള അന്വേഷണമായിരിക്കും ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുവാൻ പോവുക എന്നതും വളരെ ശ്രദ്ധേയമായ ഒന്നു തന്നെയാണ്. സഹകരണ ബാങ്കുകളിലൂടെയുള്ള ഇടതുപക്ഷത്തിൻ്റെ സാമ്പത്തിക തട്ടിപ്പ് കാര്യമായ രീതിയിൽ ചർച്ചയിൽ മുൻപോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിൻ്റെ നേതാവ് മുഹമ്മദ് ബ്ലാത്തൂരും
മകൻ മർഷബുമായി ബന്ധപ്പെട്ടുള്ള ഈ ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്.